ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നജൂസ് വേൾഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം. അപ്പം ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിൽ കണ്ട പോലെ തന്നെ ഞാൻ നമ്മുടെ ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ കാലിച്ചായ പരിപാടിക്ക് കഴിഞ്ഞതിന് ശേഷം നൂൽപുട്ട് ഉണ്ടാക്കാൻ ഒരുങ്ങാണ് കേട്ടോ. ഒന്ന് നൂൽപുട്ടും തേങ്ങാപ്പാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പണിയുള്ള കാര്യമാണ്. അത് കറക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണിയായതുകൊണ്ട് ഇതിന് വല്ലാണ്ട് നിൽക്കലില്ല. കുട്ടിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പക്ഷേ നമുക്ക് പണി കുറവാണ്. നൂൽപുട്ട് എന്നുള്ളത് കുറച്ച് കറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കറിയൊക്കെ തേങ്ങാപ്പാൽ മതി. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണല്ലോ. അപ്പോൾ ഒരു കണക്കിൽ നോക്കുമ്പോൾ സിമ്പിളാണ്, മറ്റൊരു ഭാഗം ചിന്തിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പം ഉണ്ടാകുന്ന പറയുന്ന പോലെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ആവിച്ചമ്പിൽ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഓൾറെഡി ഞാൻ ചോറ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചെറുപയർ, മമ്പയർ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. കറി പോലെ ആകുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പറയൽ കേട്ടോ. അപ്പോൾ ഗ്രേവി അധികം ഇല്ലാത്ത രീതിയിൽ ചെറുപയറോ മമ്പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. അല്ലെങ്കിൽ ഓംലേറ്റോ അല്ലെങ്കിൽ സോയാബീൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകൽ അധികം. അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ആയിട്ടോ അങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ കറികളും കൊണ്ടുപോകലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുപയറും ഓംലേറ്റും അച്ചാറും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം നൂൽപുട്ടൊക്കെ ഇതാ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചോറും കറി അതും വേറെ ആക്കുന്നുണ്ട്. ഓരോ പണികളിലാണ് കേട്ടോ. രാവിലെ നേരത്തെ തന്നെയാണ്. ഒരാൾ 7:30 ആകുമ്പോഴേക്ക് വണ്ടി വരും. വേറൊരാൾക്ക് ചെറിയ ആൾക്ക് 9 മണിയാകുമ്പോഴേക്കാണ് വണ്ടി വരിക. അപ്പോൾ എല്ലാവരും ചോറും ഒക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ 7:30 മണിയാകുമ്പോഴേക്ക് തന്നെ ചോറും കാര്യങ്ങളൊക്കെ തന്നെ കുക്കാക്കി എടുക്കണം. അത് നേരത്തെ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ വേഗം ചെയ്തെടുക്കും കേട്ടോ. അല്ലെങ്കിൽ മോൻ എണീച്ചാൽ ഒന്നും നടക്കില്ല. അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം വൈകിപ്പോവും. അപ്പോൾ തന്നെ നേരത്തെ എണീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ പെട്ടെന്ന് പണി തീർന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് നേരത്തെ എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത്. ചില ദിവസം സ്കൂളില്ലെങ്കിൽ കുറച്ച് മടി കാണിച്ച് കിടന്നു പോയാൽ പിന്നെ അന്നത്തെ ദിവസം എന്താ വരകി അങ്ങോട്ട് തീരുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ സ്കൂളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഇനിയിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചൊന്ന് സ്ലോ ആക്കിയാൽ കഴിഞ്ഞ് അന്നത്തെ കാര്യം പിന്നെ എന്താ പറയുക, ഒന്നും ഓർഡറിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളും മദ്രസയും ഇല്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും എന്താ പറയുക അങ്ങനെ തന്നെ ശനി ഞായറും ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് തീർക്കാനാണ് ശ്രമിക്കൽ കേട്ടോ. ഇനി അഥവാ വല്ല പരിപാടിയോ ചോറ് വെക്കേണ്ട ദിവസങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് സ്ലോ ആക്കുന്ന അങ്ങനെയാണ് നോക്കൽ. എങ്ങനെയൊക്കെ പറഞ്ഞാലും ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് വരയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്നാലും ഓർഡറാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അതും കഴുകി വെക്കുന്നുണ്ട്. മോനും ഒക്കെ എണീറ്റ് അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് മിച്ചു കാലിച്ചായൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുളിയും കാര്യത്തിനൊക്കെ പോയി. അതിനിടയ്ക്ക് അന്നു സ്കൂളിലേക്ക് പോയി. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊന്നും ക്യാമറയിൽ എടുക്കാനുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പിന്നെ നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ട് എന്താ പറയുക, നമ്മൾ മോട്ടിവേഷനൊക്കെ വേണ്ടിയിട്ട് പല വീഡിയോസൊക്കെ കണ്ട് നമ്മൾ അതുപോലെ ആക്കാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ ഞാനും ഒക്കെ അങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെന്താ പറയുക, ആ നോക്കി നിൽക്കലേ ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് ടൈം അങ്ങനെ വേസ്റ്റ് ആക്കലുണ്ട് കേട്ടോ. കുറേ രാവിലത്തെ സമയത്ത് ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിട്ട് ചെറിയ ഫ്രീ ടൈമിലൊക്കെ കിട്ടുന്ന സമയത്ത് വീഡിയോസൊക്കെ ഇങ്ങനെ ചിലപ്പം കണ്ട് നിൽക്കും. അപ്പോൾ എന്താ പറയുക, പണികളൊന്നും നീങ്ങില്ല, കുറേ അത് അങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം കുറേ മാറ്റിയെടുക്കാൻ ശ്രമിച്ച്. ഫോണ് എന്തായാലും നമുക്ക് വരുന്ന മെസ്സേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ടാവും. അത് നമുക്ക് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഫ്രീ ടൈം കിട്ടി നമുക്കിതൊക്കെ കാണുകയും ചെയ്യാം. പക്ഷെ നമ്മളെന്താ ചെയ്യുക, നമുക്ക് എന്താ പറയുക, അത്രയ്ക്ക് അർജൻറ്റ് കാര്യമുള്ള പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ എടുത്ത് നോക്കിയിട്ട് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ സ്ലോ ആവുക.
മെയിനായിട്ട് എന്നെ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പണിയൊക്കെ സ്ലോ ആകുക അധികവും ഫോണിൽ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഈ ഫോണാണ് നമ്മളെ മൊത്തത്തിൽ നമ്മളെയും നമ്മളെ മക്കളെയും എല്ലാം വെടക്കാക്കുന്നത്. അപ്പോൾ നമ്മളെന്താക്കുക, ഫോണ് കുറച്ചൊന്ന് നമ്മൾ അകലത്തിൽ വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല ഇതിലായിരിക്കും നമ്മളെ ലൈഫ് പോകാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം തികഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതിങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാമെന്ന് ശ്രമിച്ചു കേട്ടോ. അപ്പോൾ ഫോണും അതിലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം മെസ്സേജൊക്കെ അതിലുണ്ടാവും. നമ്മളെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാപ്പാലും നൂൽപുട്ടൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുകയാണ്. അതൊക്കെ അതിന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ. അപ്പോൾ അതാ ഒരു ഭാഗത്തൊക്കെ ക്ലീനാക്കി, ഒരു സമയത്ത് ക്ലീനാക്കുക, പിന്നെ ഇതാ ഇതുപോലെ അലങ്കോലമായിട്ടുണ്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ മിച്ചുവിൻ്റെ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇനി സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇനി കിച്ചണിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ അതുവരെ ഇങ്ങനെ സംസാരിച്ചിരിക്കും. ഫുൾ ടൈം നമ്മൾ കിച്ചണിൽ തന്നെ ആയിപ്പോയാൽ അത് ശരിയില്ലല്ലോ. അപ്പോൾ കുട്ടികളുടെ കൂടെയും ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മിച്ചുവിൻ്റെ വണ്ടിയൊക്കെ വന്ന് മിച്ചു പോയിനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, അതും ഇനി അവൾ പോയി കഴിഞ്ഞപ്പോൾ കുറേ നേരം ബൈക്ക് മേലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നെ ഫോണിലൊക്കെ നോക്കിയിട്ട് അപ്പുറത്തുണ്ട്. ഞാൻ പിന്നെ കിച്ചണിലേക്ക് തന്നെ വന്ന് ഉച്ചക്കേക്കുള്ള ബാക്കിയുള്ള പരിപാടികളും കൂടി ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈപ്പങ്ങ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കും. കൂടുതൽ വെളിച്ചെണ്ണ അല്ല, ഒന്ന് നല്ല എന്താ പറയുക ഉപ്പേരിയല്ല എന്നാൽ പൊരിച്ചതല്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫാദിക്ക് അവിടെ ഡോറൊക്കെ ഒന്ന് ആകെ എടുക്കാൻ, അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ വീടിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, മൊത്തം അലങ്കോലമായിട്ടാണ് ഉള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പം അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിയണമെങ്കിൽ ആദ്യം ഉറങ്ങുകയൊക്കെ വേണം, എന്നെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. റൂമിൽ അലക്കി കൊണ്ടുപോയിട്ടതും അതും കിടന്ന് എണീറ്റ് പോയതൊക്കെ അങ്ങനെ തന്നെയുള്ളത്. അപ്പം അന്നോന് ലീവുള്ള ടൈമിലൊക്കെ ആണെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്താക്കും. രാവിലെ തന്നെ മദ്രസ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ചെയ്തു തരാൻ ചിലപ്പം പറ്റില്ല. ഫ്രീ ആവുന്ന ടൈമിലൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അതാ കിച്ചണിൽ പോയിട്ട് അമ്മ കുറച്ച് മീൻകറിയും അതുപോലെ ഉപ്പേരിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരി തുടക്കലും എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിട്ടോ. അതിനിടയ്ക്ക് ഫോണിൽ ചാർജ് ഇരുന്നുകൊണ്ട് അടിച്ചുവാരി തുടക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിന് മുന്നിലെ വ്ളോഗിലൊക്കെ അടിച്ചു വാരുന്നെല്ലാം ഇട്ടുകൊണ്ട് പിന്നെ അതങ്ങനെ എല്ലാം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാ ക്ലീനിങ് പരിപാടിയും എല്ലാം കഴിഞ്ഞ് കുളിയും നിസ്കാരവും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഫോൺ ചാർജ് കഴിഞ്ഞുകൊണ്ട് അതും വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും പിന്നെ ഉറക്കലും കരച്ചിലും അങ്ങനെയൊക്കെ ഓരോ പരിപാടികളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മൊത്തമായിട്ട് ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഞാൻ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അലമാരിൻ്റെ കോലം കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു മക്കളുടെ ഡ്രസ്സ് മടക്കി. ആദ്യമൊക്കെ ഞാൻ മടക്കി ഇസ്തിരി ഇട്ട് വെക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയുക മടുത്ത് അവസാനം ഇതാ ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. അപ്പോൾ എന്തായാലും ഇതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഇങ്ങനെ വേണമെന്ന് കുറേ ആലോചിച്ച് ആദ്യം ഞാൻ മോളെ അൽമാരയൊക്കെ ഇങ്ങനെ വാങ്ങി. ഇതിൻ്റെ ആ ഒരു ഹാൻഡിൽ ഞാൻ വലിച്ചപ്പം പൊട്ടിപ്പോയി കേട്ടോ. അപ്പം അതിനൊന്നും വലിയ ഉറപ്പില്ല. ബാക്കി മറ്റതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞാനെന്താ ഇങ്ങനത്തെ ഒരു സെറ്റും കൂടി വാങ്ങിച്ച്, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ അലമാറയിൽ ഡ്രസ്സ് മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ആ ഒരു നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ അട്ടിയിൽ ഇങ്ങനെയല്ലേ മടക്കി വെക്കുക സാധാരണ. അങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെന്ത് ചെയ്യും, ഈ ഒരു ഗ്യാപ്പിലുള്ള അങ്ങ് വലിക്കുക ചെയ്യുക. ആ ഒരു മേലെ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ വലിക്കുമ്പോൾ എന്താകും, അട്ടി മൊത്തം അങ്ങ് മാറിയും. പിന്നെ ഡ്രസ്സ് പിന്നെ അതുപോലെ റെഡിയാക്കി വെക്കാനും അതിനൊന്നും ഓല് നിൽക്കില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ തിരക്കിട്ട് ചെയ്യുമ്പോൾ അതൊന്നും നിൽക്കില്ല. ഇതുണ്ടാവും ഇതാ ഫാദുക്കൻ്റെ അൽമാറിൻ്റെ കോലം കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അലങ്കോലമായിട്ടുള്ളത്. കുറേ മടക്കിയൊക്കെ വെച്ച് നോക്കും, എന്താ പറയുക, പിന്നെയും അതങ്ങനെ തന്നെ ആവും. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇങ്ങനെ ആകുമ്പോൾ ആവശ്യമുള്ളത് ഒന്ന് എടുത്താലും മറ്റേതിന് ഒരു കോട്ടം സംഭവിക്കില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ല റെഡിയിൽ നമ്മൾ അയൺ ചെയ്തൊന്നും വെക്കുന്നത് അന്നേരം അയൺ ചെയ്യുന്ന ആയതുകൊണ്ട് ഈ ഒരു ബോക്സ് കുഴപ്പമൊന്നുമില്ല, നല്ല മടക്കിയിട്ട് വെക്കാൻ. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നവേഴ്സൊക്കെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് പോലത്തെ അങ്ങനത്തെ വാങ്ങിയിട്ട് അതിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാക്കി തന്നെ
ഷർട്ടും കാര്യങ്ങളൊക്കെ ഇതാ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് വാങ്ങിക്കോട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഇങ്ങനെ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴേക്ക് കുറച്ച് ചായക്ക് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ടയിൽ ഉപ്പും കുരുമുളകും ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അത് ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചീക്കി പൊരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്തെടുക്കുന്ന രീതിയിൽ. അപ്പം ജസ്റ്റ് ഒന്ന് കട്ടിയൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം ഇനി എഗ്ഗ് അഥവാ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ സോയാ സോസും അതുപോലെ 2 ടീസ്പൂണ് റെഡ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഒറിഗാനോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കേബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, ചെറിയ പീസ് ഉള്ളിയും കൂടി, വലിയ ഉള്ളിയില്ലേ അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം ചോപ്പറിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചിക്കി എടുത്ത് എഗ്ഗും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇനി ഇത് ചിക്കനിൽ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഉപ്പും കുരുമുളകും നോക്കിയിട്ട് ആഡ് ചെയ്തെടുക്കുക. നമ്മൾ എഗ്ഗിൽ മാത്രമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മയോണൈസും കൂടി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഒരു ബ്രെഡിലേക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ നല്ല കടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം എഗ് മസാല വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുക, ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു ബ്രെഡും കൂടി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾ ഇങ്ങനത്തെയൊക്കെ ആകുന്ന സമയത്ത് നല്ല വയറ് നിറച്ച് കഴിക്കും. ഇവന് സ്കൂൾ ഇട്ടൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു വിശപ്പായിരിക്കും അവർക്ക്. നടന്ന് വരികയും അങ്ങനെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് ഓടിക്കതിച്ച് വരാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പോൾ എന്തായാലും അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഒരു പാനിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ബട്ടർ ആക്കിയാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം. കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഷവർമ ഒക്കെ കഴിക്കുമ്പോൾ തന്നെ ചിക്കൻ ഇല്ല എന്നുള്ള ആ ഒരു ഇതൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൂടെ സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചേ. അപ്പോൾ പിന്നെയുള്ള വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. വിട്ടെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. കുട്ടികൾ കളിക്കാൻ പോയി, ഞാൻ കുറച്ച് നേരം അവിടെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് പിന്നെ അങ്ങനെ എന്താ പറയുക, എന്നെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ ശേഷം രാത്രി ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ ഉച്ചയ്ക്കുള്ള മീൻ കറി ഉള്ളത് കൊണ്ട് കറീൻ്റെ കാര്യത്തിൽ പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല. ചപ്പാത്തി നല്ല മത്തി മുളക് ഇട്ടതുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ അപ്പുറത്തുനിന്ന് പഠിക്കുന്നുണ്ട്. അപ്പം പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് പോയിട്ട് കിടക്കും. നേരത്തെ തന്നെ കിടക്കാൻ ശ്രമിക്കലുണ്ട്. 9 മണിയാകുമ്പോഴേക്ക് കിടക്കാൻ നോക്കട്ടോ. പെട്ടെന്ന് നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ വേഗം കിടക്കാൻ നോക്കലുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഡ്രസ്സ് മടക്കി മടുത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളാവും. എന്തായാലും വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞങ്ങൾ കിടക്കാനൊക്കെ പോകാനുള്ള പരിപാടികളിലാണ്. കുട്ടികളൊക്കെ ഹാളിലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോസിൽ കാണുന്നവരേക്ക് ടേക്ക് കെയർ, ബൈ.